ഒമാനിലെ വിശ്വാസി സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ചെറിയ പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹുകളും പള്ളികളിലും സൗകര്യം ഒരുക്കിയിരുന്നു. ഒരു മാസം നീണ്ട ഉപവാസത്തിന്റെയും പ്രാർത്ഥനകളുടെയും പുണ്യനാളുകൾക്ക് പരിസമാപ്തി കുറിച്ച് ഒമാനിലെ വിശ്വാസി ലോകം ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. ചെറിയ പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹുകളിലും പള്ളികളിലും സൗകര്യമൊരുക്കിയിരുന്നു. നമസ്കാരങ്ങളിൽ നൂറുകണക്കിന് സ്വദേശികളും പ്രവാസികളും പങ്കുചേർന്നു. ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് മസ്കറ്റിലെ അൽഗോർ പള്ളിയിൽ ഈദുൽ ഫിത്തർ പ്രാർത്ഥന നിർവഹിച്ചു. തുടർന്ന് ഭരണാധികാരി അൽ ആലം കൊട്ടാരത്തിലെത്തി ജനങ്ങൾക്ക് ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നു. ഒമാനിൽ മലയാളി സംഘടനകളുടെ കീഴിലും പെരുന്നാൾ നമസ്കാരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ റൂവി അൽ കലാമ ഹൈപ്പർ മാർക്കറ്റ് കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് ഷമീർ ചന്ദ്ര പുനി നേതൃത്വം നൽകി. എത്രയും വേഗം ലോകത്ത് സമാധാനം നിലനിൽക്കാൻ, നിർഭയത്വം നിലനിൽക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ. അതോടൊപ്പം ഞങ്ങളുടെ രാജ്യത്ത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല മേഖലകളുമുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച്. അത്തരം തെറ്റിദ്ധാരണകളെ തിരിച്ചറിഞ്ഞ് മതം നോക്കാതെ, ജാതി നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, സംഘടന നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എന്താണ് റിയൽ ഇസ്ലാമിക് സ്റ്റോറി എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഈ പെരുന്നാളിന്റെ സന്ദേശമായി നൽകാൻ നമുക്ക് സാധിക്കണം. വാദി കബീർ ഇബിൻ ഖൽദൂൻ സ്കൂൾ കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് ഹാഷിം അങ്കിടിമുഖർ നേതൃത്വം നൽകി. സുബൈഖ് ഷാഹി ഫുഡ് കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് സവർമാഹിയും നേതൃത്വം നൽകി. ഒമാൻ ഇസ്ലാമിക് സെന്റർ KM ട്രേഡിംഗിന് സമീപം സംഘടിപ്പിച്ച ഈദ്ഗാഹിന് ഇക്ബാൽ മാട്ടുമലും നേതൃത്വം നൽകി. മറ്റുള്ളവരോട് സഹവർത്തിത്വത്തോട് പെരുമാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലോകത്തിൽ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ ഈ ലോകത്ത് ശാന്തിയും സമാധാനവും പുലരും, യുദ്ധത്തിന്റെ കരിനിഴലുകൾ നീങ്ങും. അത്തരത്തിലുള്ള ഒരു ലോക സമാധാന വീക്ഷണമാണ് ഈ ചെറിയ പെരുന്നാൾ നമുക്ക് മുന്നിൽ വെക്കുന്നത്. മിക്കയിടങ്ങളിലും രാവിലെ 6:45 പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് തുടക്കമായിരുന്നു. പെരുന്നാൾ നമസ്കാരത്തിനായി സ്ത്രീകൾക്കും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. കൈരളി ന്യൂസ്, ഒമാൻ. ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് ഒമാനിൽ 350 തടവുകാർക്ക് മാപ്പ് നൽകി. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖാണ് രാജകീയ മാപ്പ് നൽകിയത്. വാർഷിക മാനുഷിക പരിഗണനയുടെ ഭാഗമായി വിദേശ പൗരന്മാർ ഉൾപ്പെടെ 350 തടവുകാരെ ഈ അവസരത്തിൽ മോചിപ്പിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു.